നമസ്കാരം. കരുനാഗപ്പള്ളി പുട്ടുകടയിലാണ്. ഈ പുട്ടുകടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ബ്രാൻഡായിരുന്നു പുട്ടുകട. നമ്മളൊരു കരുനാഗപ്പള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ പുട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ പുട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ ഒരു കാലത്തുണ്ടായിരുന്നു. അത്രയ്ക്ക് വലിയ പേരെടുത്ത ഒരു ഹോട്ടലായിരുന്നു പുട്ടുകട, കരുനാഗപ്പള്ളിയിലെ പുട്ടുകട. ആ പുട്ടുകടയിലാണ് ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പുട്ടുകടയിൽ ഫുഡ് കഴിക്കാൻ വരുന്നത്. ഞങ്ങൾ പറഞ്ഞത് ചിക്കൻ ബിരിയാണി ഊണുമാണ്. ചിക്കൻ ബിരിയാണി ഊണും വാഴയിലാണ്, പായസ സഹിതമുള്ള ഊണാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പുട്ടുകട വന്ന് ഫുഡ് കഴിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ. കുറ്റമൊന്നും പറയാനില്ല, നല്ലതായിരുന്നു, വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ ഊണും സൂപ്പറായിരുന്നു, നല്ലതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ കരുനാഗപ്പള്ളി വന്നിട്ട് വേണം പഠിക്കാൻ പോകുന്നതും അതെല്ലാം തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴെല്ലാം കരുനാഗപ്പള്ളി നമുക്ക് വന്നേ വരത്തുള്ളൂ. കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ബസ് കിട്ടുന്നത്. ആ സമയത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പുട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു. കൂട്ടുകാരെല്ലാം കൂടെ പിരിവൊക്കെ ഇട്ട് അന്ന് ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴോ ആ പുട്ടുകടയുടെ പഴയ പ്രതാപം നഷ്ടപ്പെട്ടതോടെ നമ്മൾ പലരും അങ്ങോട്ട് പോകാതെ പിന്നീട് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ വരുന്നത്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതുവഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുട്ടുകടയിലെ ഇപ്പോഴത്തെ ഫുഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മളിതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കക്ക ഫ്രൈ. അതും നല്ലതായിരുന്നു. നിങ്ങൾ പുട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. ചിക്കൻ ബിരിയാണിക്കും ഊണിനും കക്ക ഫ്രൈക്കും കൂടെ 370 രൂപ ആയിട്ടുണ്ടായിരുന്നു.